ഞങ്ങൾ പങ്കുവച്ചത്. ശിവഗംഗ കസ്റ്റഡി മരണ അന്വേഷണം CBIക്ക് കൈമാറി സംസ്ഥാന സർക്കാർ. മദ്രാസ് ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൈമാറ്റം. ഇത് കൂടാതെ CBCIDയുടെ പ്രത്യേക സംഘവും കേസ് അന്വേഷിക്കും. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, DMK സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലായ ഒരു വിഷയമാണ്. ഇപ്പോൾ എന്തായാലും സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സർക്കാർ കേസ് CBIക്ക് കൈമാറിയിരിക്കുകയാണ്. അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കും? ആര്യ, ഇന്നലെ ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അതിരൂക്ഷമായ വിമർശനമാണ് തുടർച്ചയായ രണ്ടാം ദിവസവും DMK സർക്കാരിനെതിരെയും ഒപ്പം തന്നെ പോലീസിനെതിരെയും ഉയർത്തുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിരുന്നു മധുര ബെഞ്ച് സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ഒരു ബെഞ്ച് ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശവും പുറപ്പെടുവിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്തത്. അതായത് ഒരു കുറ്റവാളിക്ക് പോലും ഇത്തരത്തിൽ ഒരു വാടക കൊലയാളിക്ക് പോലും ഇത്രയും നീചമായ ഒരാളെ കൊലപ്പെടുത്താൻ സാധിക്കില്ല, മർദ്ദിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മുഖം രക്ഷിക്കൽ എന്ന രീതിയിൽ, കാരണം ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ DMK സർക്കാരിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വിഷയം തന്നെയാണ് ഈ അജിത് കുമാറിന്റെ കസ്റ്റഡി കൊല. അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതിന് പിന്നാലെയാണ് DMK സർക്കാർ, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്ത്. എന്തായാലും ആ അന്വേഷണം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ നടക്കും. മറ്റൊന്ന് CBCIDയുടെ അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടക്കും. മറ്റൊന്ന് ഈ ക്ഷേത്രം ഭാരവാഹികളെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അതടങ്ങിയ DVR ഉൾപ്പെടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കലാക്കിയിരുന്നു. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ തെളിവുകളിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതടക്കം സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടത്തിയാൽ അത് കൃത്യമായ തരത്തിലേക്ക് പോകില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു കോടതി അത്തരത്തിലൊരു നിലപാടിലേക്ക് വരികയും ചെയ്തത്. നമുക്കറിയാം, അജിത് കുമാറിനെ രണ്ടാം തവണ വിളിച്ചുകൊണ്ടുപോയി 6 അംഗ സംഘം, അതായത് ഒരു FIR ഈ കേസിൽ ഇടുന്നതിന് മുമ്പായിരുന്നു ഈ 6 അംഗ സംഘത്തെ നിയോഗിക്കുകയും ഒപ്പം തന്നെ ഇവർ ഈ യുവാവിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്ത്. ഇത് ഏറ്റവും കൂടുതൽ ഇവരെ പ്രതിരോധത്തിലാക്കിയത് സമീപത്തുള്ള, അതായത് ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് ഈ അജിത് കുമാറിനെ എത്തിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് സമീപത്തൂടെ പോയ ഒരു യുവാവ് പകർത്തി. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതായത് ഇവർക്ക് ഏറ്റവും കൂടുതൽ വിനയാവുകയും ചെയ്തു. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി എന്നുള്ളത് തന്നെയാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ശരീരത്തിലെ 30 ഭാഗങ്ങളിൽ ചതവേറ്റിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനത്തിനായി ആയിരുന്നു അജിത് കുമാർ ഇരയാക്കപ്പെട്ടത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ രഹസ്യഭാവങ്ങളിൽ മുളക് പൊടിയടക്കം തേച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുകയും ചെയ്തു. അത്രത്തോളം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ പരാതിക്കാരി നികിത, മധുര സ്വദേശിയായിട്ടുള്ള നികിതയുടെ പശ്ചാത്തലം, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ CBCIDയുടെ അന്വേഷണവും ഒപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം CBI കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വരുകയാണ്. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.